അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോടായി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും കൈക്ക് നീളമുള്ള ആള് വരാൻ പറഞ്ഞു. കൈക്ക് നീളമുള്ള ആൾ എന്ന് പറയുമ്പോൾ പരസ്പരം അളന്നു നോക്കുന്നത് സ്വാഭാവികമാണല്ലോ. അവർ പരസ്പരം കൈ അളക്കാൻ തുടങ്ങി, ആരുടെ കൈക്കാണ് നീളം കൂടിയത് എന്ന്. അതൊരു അഭംഗിയായിട്ടോ അല്ലെങ്കിൽ കുറ്റമായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ പറഞ്ഞതല്ല. ആ നീളമുള്ള കൈക്ക് വളരെ വലിയ ഭാഗ്യമുള്ളവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടായി പറഞ്ഞു, നിങ്ങളിൽ സൈനബയ്ക്കാണ് കൈക്ക് നീളം കൂടുതലുള്ളത്. കൈക്ക് നീളം കൂടുതലുള്ളത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം സദഖ കൊടുക്കുന്ന സഹോദരിയാണ്, സദഖ കൊടുക്കുന്ന സ്ത്രീയാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. ആ കൈ സ്വർഗത്തിൽ പോകുന്ന കൈയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു അമലാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. നാം എല്ലാവരും സ്വതക്കയും സകാത്തും കൊടുക്കാൻ അർഹതപ്പെട്ടവരോ കടമപ്പെട്ടവരോ ആയിരിക്കാം. പക്ഷേ നമ്മൾ ദിനേന കൊടുക്കുന്നുണ്ടാവും. റമദാനു ഷരീഫിൽ ഈ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത്, സദഖ സകാത്തുകൾ കൊടുക്കുന്നത് വളരെ അഭികാമ്യമാണ്, വളരെ പ്രതിഫലാർഹമാണ്. 10 മുതൽ 70 മുതൽ 700 മുതൽ ഇങ്ങനെ പ്രതിഫലങ്ങൾ കൂടി വരുന്ന ഒരു അമലാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ പള്ളികളിലേക്കും എത്രയോ ആൾക്കാർ റമദാൻ മാസത്തിൽ വരും. യാചന ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ വന്നവരെ നാം കാണുകയും മാനിക്കുകയും വേണം. അതല്ല നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയും വേണം. വളരെ വലിയ പ്രാധാന്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചുകൊണ്ടിരിക്കും ആ വ്യക്തി അവന്റെ സഹോദരനെ സഹായിക്കുന്ന സമയത്തെല്ലാം. ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തൊക്കെ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചുകൊണ്ടിരിക്കും. മൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, അല്ലാഹുവിനിക്ക് ആരാണ് ഏറ്റവും നല്ല കടം കൊടുക്കുന്നവൻ. അള്ളാഹുവിന് കടം കൊടുക്കുന്നവൻ, ഏറ്റവും നല്ലതുപോലെ കടം കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ കടം കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരാളല്ല. പിന്നെ എന്തിനാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്? അത് മറിച്ചൊന്നുമല്ല, അള്ളാഹുവിന് കടം കൊടുക്കുന്നത് പോലെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ വലിയ പ്രതിഫലം നൽകും. അതുകൊണ്ട് തന്നെ നാം ഏത് സമയത്തും മറ്റുള്ളവരെ സഹായിക്കണം എന്ന ഒരു മാനസികമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുത്താൽ നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ തൊഴിലുകളിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ യാത്രകളിൽ ബറക്കത്തുണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും ബറക്കത്തുണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു പോംവഴിയാണ് ദാനധർമ്മങ്ങൾ. അത് ഈ പരിശുദ്ധമായ റമദാനിൽ നാം മറക്കരുത്. കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് പൈസയാവണമെന്നില്ല. ഏത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഏത് നല്ല കാര്യങ്ങളായാലും ഈ റമദാൻ മാസത്തിൽ നോമ്പ് തുറ എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്, എല്ലാ വീടുകളിലും നടക്കുകയാണ്. അതൊക്കെ ഒരു ദാനധർമ്മമാണ്, അതൊക്കെ ഒരു സദഖയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വന്തം ഭാര്യയുടെ വായിലേക്ക് വെക്കുന്ന ഒരിറക്ക് ഭക്ഷണം അതും സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തലാഖത്തുൽ വജ്ഹി
സദഖ, മുഖപ്രസന്നത. ഒരു മുഅ്മിനിനെ കാണുമ്പോൾ അവന്റെ മുഖം സന്തോഷിക്കുന്നത് സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു പോകുന്ന വഴി എന്തെങ്കിലും കല്ലുകളോ മുള്ളുകളോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞാൽ അതും സദഖയാണ്. ചുരുക്കത്തിൽ വലിയ പൈസ കൊടുക്കണമെന്നില്ല. ചെറിയ പൈസ കൊടുത്താലും, ചെറിയ ഉപകാരം ചെയ്താലും, വലിയ ഉപകാരം ചെയ്താലും അതിന്റെ തോതനുസരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന കയ്യ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള അവസരവും സന്മനസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.